എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കാൻ പോകുന്നത് ചൈനയുടെ സെൻട്രൽ മിലിറ്ററി കമ്മീഷനെ പറ്റിയാണ്. ഈ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ചൈനയുടെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ ലെവല് ഏജൻസിയാണ്. കൂടാതെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബീജിങ്ങിലാണ്. അതായത് ബീജിങ്ങിലെ ആഗസ്റ്റ് 1 ബിൽഡിങ്ങിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ 1954 സെപ്റ്റംബർ 28 ഇത് ഫോം ചെയ്തത്. ഓക്കെ, ചൈനയുടെ സൈന്യം എന്ന് പറയുന്നത് തന്നെ ചുരുക്കത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് രാഷ്ട്രത്തിൻ്റെ പ്രതിരോധം, ഡിഫൻസ്, അതുപോലെ തന്നെ മാതൃഭൂമിയെ സംരക്ഷിക്കുക, കൂടാതെ സമാധാനപരമായിട്ട് തൊഴിൽ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ജനങ്ങൾക്ക് അവരുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുവാനുമുള്ള, അതായത് ജീവിക്കാനുമുള്ള അവസരം തൊഴിലാളികൾക്ക് നൽകുക, കൂടാതെ രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സജീവരാകുക, ഇത്തരത്തിലുള്ള നിരവധിയായ കർത്തവ്യങ്ങൾ ചൈനയിലെ സൈന്യത്തിനുണ്ട്. ഓക്കെ, നമുക്കറിയാം ചൈനയുടെ ആർമി പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നാണ് അറിയപ്പെടുക. ഓക്കെ, അപ്പം നമുക്കറിയാം ഇന്ത്യക്ക് കര, നാവിക, വ്യോമ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഡിഫൻസ് ഓർഗനൈസേഷൻ അഥവാ ഡിഫൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചൈനയുടെ ആർമി പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നാണ് ലോകത്ത് അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ രാഷ്ട്രത്തിലെ സൈന്യം പോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രതിരോധ വിഭാഗമാണ് ഡിഫൻസ് ഓർഗനൈസേഷൻ എന്ന സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ മിലിറ്ററി കമ്മീഷനെ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ CMC എന്ന് ഷോർട്ടായിട്ടിടാം. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ്റെ അഥവാ ഈ CMCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ചൈനീസ് പ്രസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചൈനീസ് പ്രസിഡൻ്റാണ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് ചൈനയിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രസിഡൻ്റ് തന്നെയാണ് ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന സ്ഥാനവും അലങ്കരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ചൈനീസ് ആർമഡ് ഫോഴ്സാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നറിയപ്പെടുന്നത്. മാത്രവുമല്ല, ഇത് ആരുടെ നിയന്ത്രണത്തിന് കീഴിലാണ് ഉള്ളത് എന്ന് നോക്കിയാൽ സ്റ്റേറ്റ് സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ്റെ നിയന്ത്രണത്തിലാണ് ചൈനയുടെ ആർമഡ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമി ഉള്ളത് തന്നെ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഒരു പ്രതിരോധ വിഭാഗമാണ് ഡിഫൻസ് ഓർഗനൈസേഷൻ എന്ന സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ അഥവാ CMC എന്നുള്ളത്. ഓക്കെ, ഈ CMCയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ചൈനീസ് പ്രസിഡൻ്റ് ആയിരിക്കും. മാത്രവുമല്ല, നമുക്കറിയാം രാഷ്ട്രത്തിലെ, അതായത് ചൈന എന്ന രാഷ്ട്രത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്കുമുള്ള അംഗങ്ങൾ, അതായത് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റ്, കൂടാതെ ചൈനയുടെ മിലിറ്ററി കമ്മീഷൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രിമാർ, കൂടാതെ സ്റ്റേറ്റ് കൗൺസിലർമാർ, കൂടാതെ മറ്റ് മന്ത്രിമാർ, ഓഡിറ്റർ ജനറൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ സെക്രട്ടറി ജനറൽ തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട ഔദ്യോഗിക സ്ഥാനത്തേക്കുമുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും അതുപോലെ തന്നെ അവരെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതും, കൂടാതെ ആവശ്യമായി വരികയാണെങ്കിൽ അവരെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് തിരിച്ചു വിളിക്കുന്നതും എല്ലാം തന്നെ ചൈനയുടെ ലെജിസ്ലേച്ചർ എന്നറിയപ്പെടുന്ന NPC അഥവാ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആയിരിക്കും. ഓക്കെ, ചുരുക്കി പറയുകയാണെങ്കിൽ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ എല്ലാ അധികാരങ്ങളുടെയും സ്രോതസ്സായിട്ടാണ് ഈ NPC അറിയപ്പെടുന്നത്. കൂടാതെ ഇത് ചൈനയുടെ ലെജിസ്ലേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 1982 വരെ ഈ NPC എന്നറിയപ്പെടുന്ന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ചൈന എന്ന രാജ്യത്തിൻ്റെ ഒരു ഏക നിയമനിർമ്മാണ സമിതിയായിരുന്നു. ഓക്കെ, എന്നാൽ 1982 പുതിയ ഭരണഘടനയുടെ 58-ാം വകുപ്പ് പ്രകാരം ചൈന എന്ന രാഷ്ട്രത്തിൽ ലോ മേക്കിംഗ് പ്രൊസീജിയർ അഥവാ നിയമനിർമ്മാണ അധികാരം ഉപയോഗിക്കുന്നത് ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ചേർന്നാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്നറിയപ്പെടുന്ന, അതായത് ചൈനയുടെ ലെജിസ്ലേച്ചർ എന്നറിയപ്പെടുന്ന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സൂപ്പർവിഷൻ അഥവാ മേൽനോട്ടം കൂടി ഈ ചൈനയുടെ ആർമി എന്നറിയപ്പെടുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചൈനയുടെ സെൻട്രൽ മിലിറ്ററി കമ്മീഷനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ.